ഹലോ ഗായ്സ്, വെൽക്കം ടു യൂണിക് ഫ്രെയിം. നമ്മളിന്ന് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആസ്തറ്റിക് ഫ്രെയിം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് ക്യാൻവ വേണം. അപ്പോൾ ക്യാൻവയിൽ കുറച്ച് ലാഗും കാര്യങ്ങളുണ്ടാവും കേട്ടോ തുറക്കുമ്പോൾ. അത് കാര്യമാക്കണ്ട, കാരണം കുറച്ച് ദിവസം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് കാരണം തോന്നുന്നു. എന്നിട്ട് ചെയ്യേണ്ടത്, നമുക്ക് അടിയിലൊരു പ്ലസ് പോയിൻ്റ് കണ്ടില്ലേ, ആ പോയിൻ്റ് നമുക്ക് അമർത്താം. ആ പോയിൻ്റ് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് മേലെ ഒരു സെർച്ച് ബാർ പോലെ കണ്ടില്ലേ, അവിടെ നമുക്ക് ഏത് ഡോക്യുമെൻ്റ് ആണോ വേണ്ടത് ആ ഡോക്യുമെൻ്റ് നമ്മൾ സെർച്ച് ചെയ്യുക. A3 ഡോക്യുമെൻ്റ് ആണെങ്കിൽ A3 ഡോക്യുമെൻറ്റ്, A4 ആണെങ്കിൽ A4. ഇപ്പോൾ ഞാനിവിടെ A4 ഡോക്യുമെൻ്റ് ആണ് യൂസ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ഏതാണോ വേണ്ടത് ആ ലാൻഡ്സ്കേപ്പ് ആൻഡ് അതെടുക്കുക, ഏതാണോ ഡോക്യുമെൻ്റ് അതെടുക്കുക. അതെടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ വരും കേട്ടോ, കാരണം ഡാഗ കാരണം തോന്നുന്നു ഇങ്ങനെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഡോക്യുമെൻ്റാണോ എടുത്ത് അത് നമുക്ക് ഒരു പേജിലായിട്ട് ഇങ്ങനെ വരും. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇങ്ങനെ മാത്രമൊന്നുമല്ല കേട്ടോ ചെയ്യാൻ പറ്റുക. നമുക്ക് വേണമെങ്കിൽ രണ്ട് ടൈപ്പിലും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള വേയിലാണ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോളറോയിഡ്സ് പോലെ ചെയ്യാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഞാനിതിപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ അതല്ലേ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡിസൈൻ എലമെൻറ്റ് ടെക്സ്റ്റ് ഗാലറി ഇങ്ങനെ കാണാം. ഡിസൈൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കള്ളി പറഞ്ഞിട്ടുള്ള കുറേ നമുക്ക് കുറേ ഡിസൈൻ കാണും. അതിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് നമുക്ക് എടുക്കാം. അത് നമ്മളെടുത്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ അതിൽ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മൾ അവിടെ ഗാലറി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കള്ളിയിലും റീപ്ലേസ് ചെയ്തിട്ട് പോവാം. പിന്നെ റീപ്ലേസ് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ ഗാലറി പോയി കഴിഞ്ഞാൽ റീസെൻറ്റ് പറഞ്ഞ് കുറേ ഫോട്ടോസ് കാണും. അത് നമുക്ക് ഏത് ഫോട്ടോസാണോ വേണ്ടത് ആ ഫോട്ടോസ് നമ്മളൊന്ന് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അമർത്തി പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അത് 1 പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടിക്കായിട്ടോ വരും. എന്നിട്ട് നമ്മളത് ആഡ് ടു പേജ് പറഞ്ഞുള്ളതുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പേജിൽ കിട്ടും. എന്നിട്ട് നമ്മളത് കുറച്ച് നമുക്ക് ഏത് കള്ളിയിലാണോ വെക്കേണ്ടത് ആ കള്ളിയിൽ ആയിട്ട് നമുക്ക് കുറച്ച് നീക്കി വെക്കുക ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാം. അപ്പോൾ നമുക്കത് നേരം പോലെ കിട്ടും നമ്മുടെ പേജിൽ. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ക്ലയൻറ്റിൻ്റെ ആണെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഏത് ഫോട്ടോ ആണെന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി പിന്നെ തെറ്റിക്കഴിയണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഫോട്ടോസ് വേണമെങ്കിൽ ചോദിക്കുക. അതിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചതാണ്, വേറെ ഫോട്ടോസ് ഇല്ലാത്ത കാരണമാണ്. അപ്പം കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടത് അത് നേരം പോലെ ചോദിച്ചിട്ട് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റത്തെ ഫോട്ടോ ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആരോ മാർക്ക് കണ്ടില്ലേ, അടിയിലേക്ക് ഒരു ആരോ മാർക്ക്, അത് അമർത്തി കഴിഞ്ഞാൽ നമുക്കിത് പ്രിപ്പറേഷൻ യുവർ ഡിസൈൻ പറഞ്ഞിട്ട് നമുക്ക് സേവായി കിട്ടും. അപ്പോൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ബാക്ക് അടിക്കാൻ നിൽക്കരുത്, അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ അത് കുറച്ച് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയിക്കോളും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക കേട്ടോ. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സേവ് ചെയ്യാൻ കുറച്ച് പണിയാണ്. പിന്നെ രണ്ടാമതും സേവ് ചെയ്യേണ്ടി വരും. അതാണ് പറയണത്. ക്യാൻവ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നും, പക്ഷേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ് ക്യാൻവ കേട്ടോ. അപ്പോൾ നമ്മുടെ അത് എന്താ പറയുക, അത് സേവായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പിൽ നമുക്കത് ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ എങ്ങനെയാണ് ഷെയർ ചെയ്യുക, അതിനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഷെയർ ഫയൽസ് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണില്ല. നമുക്കിനി അടുത്തതായിട്ട് ഇൻഷോട്ടാണ് വേണ്ടത്. അപ്പോൾ ഇൻഷോട്ടിൽ പോയിട്ട് ഫോട്ടോ ഒന്ന് ആക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അപ്പോൾ അതിനവിടെ ഫിൽറ്റർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കുറേ ബ്ലാക്ക് ഇതുണ്ടാവും, ഡാർക്ക്, കോക്ക ആക്കണം. ഞാനിപ്പോൾ ചെയ്യണത് ഇതിൽ ഡാർക്കാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഡാർക്ക് എടുത്താൽ മതി. എന്നിട്ട് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യാനാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്
എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമുക്കിനി ഒരു ഫോട്ടോ മേലെ വെക്കേണ്ട ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ കട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അപ്പുറത്താ തോന്നുന്നുണ്ട് അതുണ്ടാവും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ റിമൂവ്, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാനും കുറേ നല്ല ഭംഗിയുള്ള ഔട്ട്ലൈൻസ് ഒക്കെ ഉണ്ടാവും. ഏത് ഔട്ട്ലൈൻസ് ആണോ ഇഷ്ടമായത് ആ ഔട്ട്ലൈൻ എടുക്കുക. നമുക്ക് ഡാർക്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരു കളറാക്കാം, പിന്നെ നല്ല വൈറ്റ് ആക്കാം, എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വൈറ്റ് ആണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞ പോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് പറഞ്ഞാൽ സേവ് എന്നർത്ഥം. അപ്പോൾ നമുക്കത് സേവ് ആക്കി കിട്ടും. ഇനി നമുക്ക് PIP പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ആക്കിയ ഫോട്ടോ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രെയിം ആക്കിയിട്ടില്ല. സോ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരാൻ നമ്മൾ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.